നമസ്കാരം. സിനിമാ കാഴ്ചയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. മലയാളത്തിൽ വലിയ വലിയ അപ്ഡേഷനുകളാണ് ഇങ്ങനെ ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളെല്ലാവരും ഞെട്ടിത്തെരിച്ചിട്ടുള്ള ഒരു അപ്ഡേഷൻ, മമ്മൂക്ക, ലാലേട്ടൻ, കുഞ്ചാക്കോ ബോബൻ, ഫഹദ് ഫാസിൽ, നെസ്ലിൻ, അങ്ങനെ വലിയൊരു താരനിര എത്തുന്ന മലയാളത്തിലെ ഏറ്റവും വലിയ സിനിമയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞ ദിവസം ശ്രീലങ്കയിൽ പൂർത്തീകരിച്ചു. ഇനി അടുത്തത് ദുബൈയിലാണ്, അതിനുശേഷം UK, അങ്ങനെ പല രാജ്യങ്ങളിലായിട്ടാണ് സിനിമയുടെ ഷൂട്ട് നടക്കാൻ പോകുന്നത്. സിനിമയ്ക്ക് പേരിട്ടിരിക്കുന്നത് തന്നെ വല്ലാത്തൊരു സംഭവം തന്നെയാണ്. അത് AJFC MMMN എന്നാണ് ഇട്ടിരിക്കുന്നത്. അത് പറയാൻ തന്നെ കുറച്ച് സമയം എടുക്കും. ഒരു പക്ഷേ ചിലപ്പോൾ ഇതിന്റെ പേര് മാറ്റിയേക്കാം. എന്താണെങ്കിലും വലിയൊരു സിനിമ മലയാളത്തിൽ പിറക്കുന്നു. അത് മമ്മൂട്ടി കമ്പനിയും ആശീർവാദും ഒന്നിക്കുന്നു. അതോടൊപ്പം തന്നെ ആൻമെഗാ മീഡിയയുടെ ബാനറിൽ ആൻഡോ ജോസഫാണ് സിനിമ നിർമ്മിക്കുന്നത്. വലിയൊരു അപ്ഡേഷൻ തന്നെയായിരുന്നു. മഹേഷ് നാരായണനാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ മലയാളികളെ വീണ്ടും ഞെട്ടിച്ചിരിക്കുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്കായും ലാലേട്ടനും. മലയാളത്തിലെ എക്കാലത്തെയും സ്റ്റൈലിഷ് സിനിമകൾ ചെയ്തിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട അമൽ നീരദിന്റെ ചിത്രത്തിൽ മമ്മൂക്കായും ലാലേട്ടനും ഒന്നിക്കുന്നു എന്നുള്ള സന്തോഷകരമായിട്ടുള്ള ഒരു വാർത്തയും ഇതിനടക്കം തന്നെ വന്നിട്ടുണ്ട്. മമ്മൂട്ടി കമ്പനിയും ആശീർവാദം തന്നെയാണ് അതിന്റെയും നിർമ്മാണ ചുമതലകൾ ഏറ്റെടുത്തിരിക്കുന്നത്. എന്തായാലും മലയാള സിനിമയിൽ വലിയ വലിയ സിനിമകൾ വരുന്നു. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു പോസ്റ്റർ റിയാക്ഷൻ വെക്കുന്നത് AJFC MMMN എന്നാണ് ആ ഒരു പോസ്റ്ററിനകത്ത് വന്നിരിക്കുന്നത്. മമ്മൂക്കായും ലാലേട്ടനും ഗംഭീര ലുക്കിൽ തന്നെ വന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ കാണുന്നത് ഈ ഒരു പോസ്റ്ററാണ്. ആ ഒരു പോസ്റ്ററിന്റെ കളർ ഗ്രേഡിംഗ് ഒക്കെ സൂപ്പർ ആയിട്ടുണ്ട്. രണ്ടുപേരുടെയും തോക്കാണ് ഇരിക്കുന്നത്. ഒന്ന് വില്ലനും ഒന്ന് നായകനുമാണ്. അപ്പൊ വില്ലൻ ആരാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. നായകൻ പ്രിയപ്പെട്ട നമ്മുടെ മമ്മൂക്ക തന്നെയാണ്. മേളിൽ കൂടെ ഒരു ഫ്ലൈറ്റ് ഇങ്ങനെ പറക്കുന്നുണ്ട്. അതൊരു പക്ഷെ ചിലപ്പോൾ ലാലേട്ടന്റെ ഫ്ലൈറ്റ് ആയിരിക്കും. കാരണം കുറെ കാലമായിട്ട് ലാലേട്ടൻ എയറിൽ തന്നെ ആണല്ലോ. അപ്പൊ അതുകൊണ്ട് ആ ഫ്ലൈറ്റ് എയറിൽ പോകുന്നതുകൊണ്ട് ലാലേട്ടൻ തന്നെ ആയിരിക്കാം. എന്താണെങ്കിലും പോസ്റ്റർ എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോസ്റ്റർ കൊള്ളാം അല്ലെ? നിങ്ങൾക്ക് കണ്ടിട്ട് തോന്നി? പോസ്റ്റർ കൊള്ളാമല്ലോ. അപ്പൊ പോസ്റ്റർ നല്ല ഗംഭീരമായിട്ടുണ്ട്. ലാലേട്ടന്റെ ലുക്ക് ഓക്കെ കൊള്ളാം. മമ്മൂക്കയുടെ ലുക്ക് നമ്മൾ നേരത്തെ ഷൂട്ടിങ്ങിന്റെ സമയത്ത് ഇതിൽ നമ്മൾ കണ്ടിരുന്നു. ഒരു വൈറ്റ് ഷർട്ടും ഒരു ഗ്രേ പാൻറ്റൊക്കെ ഇട്ട് കണ്ണാടിയൊക്കെ വെച്ചിട്ട് നല്ല സ്റ്റൈലിഷ് ആയിട്ട് വരുന്നത്. ഇതിനകത്ത് രണ്ടുപേരും നല്ല സ്റ്റൈലിഷ് ആയിട്ട് തന്നെ ഇരിപ്പുണ്ട്. കൊള്ളാം. സിനിമയുടെ കഥ ഇപ്പൊ പുറത്തു വന്നിരിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. മലയാളത്തിലെ ഒരു ബ്രഹ്മാണ്ഡ ചിത്രം തന്നെയാണ് ഇപ്പം അണിയറയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. കൊള്ളാം. ഇത് ഈ ഒരു സിനിമയുടെ പോസ്റ്റർ തന്നെ ആണോ എന്നൊരു സംശയമുണ്ട്. ഇനി ഇത് ആരെങ്കിലും ഇനി ഫാൻ മെയ്ഡ് ആക്കിയതാണോ എന്നൊന്നും അറിയത്തില്ല. എന്താണെങ്കിലും പോസ്റ്റർ ഗംഭീരമായിട്ടുണ്ട് അല്ലെ? ഗംഭീരമായിട്ടുള്ള പോസ്റ്റർ തന്നെയാണ്. സിനിമയ്ക്ക് വേണ്ടിയുള്ള ഒരു കട്ട കാത്തിരിപ്പ്, അല്ലെ സിനിമയ്ക്ക് വേണ്ടിയുള്ള പുതിയ പുതിയ അപ്ഡേഷന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ്. അന്നേരമാണ് ഈ ഒരു പോസ്റ്റർ ഇപ്പം സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. അപ്പൊ ലാലേട്ടൻ ഏതാണ്ട് 30 മിനിറ്റോളം ഈ സിനിമയ്ക്കകത്തുണ്ട്. ക്യാമിയോ റോളിലാണ് എത്തുന്നതെന്നൊക്കെയാണ് ആദ്യമേ പറഞ്ഞിരുന്നത്. അതിനുവേണ്ടി 30 ദിവസത്തെ ഷൂട്ടിംഗ് ടൈം കൊടുത്തിട്ടുണ്ട്. 120 ദിവസമാണ് മമ്മൂക്ക ഈ സിനിമയിൽ ടൈം കൊടുത്തിരിക്കുന്നത്. അപ്പം ഒരു വലിയൊരു സിനിമയാണ്. ഇതിനകത്ത് മറ്റു ഒരുപാട് പ്രധാനപ്പെട്ട താരങ്ങൾ എന്ന് പറയുന്നത് ശിവരാജ് കുമാർ സിനിമയിൽ വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഹിന്ദിയിൽ നിന്നും മറ്റ് പ്രമുഖ നടന്മാരായിട്ടുള്ള ഒരുപാട് പേര് എത്തുന്നുണ്ട്. സിനിമയിൽ മമ്മൂക്കയുടെ നായികയായിട്ട് എത്തുന്നത് തെന്നിന്ത്യൻ സൂപ്പർ നടിയായിട്ടുള്ള നയൻതാരയാണ്. നയൻതാര മമ്മൂക്ക കോംബോയിൽ ഇറങ്ങിയിട്ടുള്ള എല്ലാ സിനിമകളും ബോക്സ് ഓഫീസിൽ ഹിറ്റ് സിനിമകൾ തന്നെയാണ്. അവസാനമായിട്ട് എനിക്ക് തോന്നുന്നു ഇറങ്ങിയത് പുതിയ നിയമമാണോ ഭാസ്കർ ദി റാസ്കലാണോ എന്ന് ഓർമ്മയില്ല. അതാണെന്ന് തോന്നുന്നു. എന്തായാലും ആ സിനിമയും ബോക്സ് ഓഫീസിൽ ഹിറ്റ് നേടിയ സിനിമ തന്നെയാണ്. എന്തായാലും മലയാളികൾക്ക് സന്തോഷം നൽകുന്ന വാർത്ത തന്നെയാണ് ഇപ്പൊ അമൽ നീരദ്, മമ്മൂട്ടി, ലാലേട്ടൻ കോംബോയിൽ എത്തുന്ന പുതിയ ഒരു അപ്ഡേഷൻ വന്നിരിക്കുന്നത്. ഒഫീഷ്യലായിട്ട് തന്നെയാണ് അത് വന്നിരിക്കുന്നതും. വീണ്ടും മമ്മൂട്ടി ആരാധകർ നിരാശപ്പെടുന്ന മറ്റൊരു വാർത്ത എന്ന് പറഞ്ഞാൽ അമൽ നീരദ് മമ്മൂക്ക ഒന്നിക്കുന്ന ബിലാൽ സിനിമയുടെ ഷൂട്ടിംഗ് എപ്പം ഉണ്ടാകും, അല്ലെ അതിന്റെ അപ്ഡേഷൻ വരും എന്ന് കാത്തിരിക്കുമ്പോഴാണ് ഇപ്പം ഇങ്ങനെയുള്ള സിനിമകളുടെ അപ്ഡേഷൻ വരും. എന്തായാലും മലയാള സിനിമയിൽ വലിയ വലിയ സിനിമകൾ പിറക്കുന്നു. ഇനിയിപ്പോൾ മമ്മൂക്കയുടേതായിട്ട് തിയേറ്ററിലേക്ക് കാത്തിരിക്കുന്ന സിനിമ ഒരു പക്ഷേ ചിലപ്പം ജനുവരിയിലോ അല്ലെങ്കിൽ ഡിസംബറിലോ അവസാനം എത്തുന്നത് ഗൗതം വാസുദേവൻ മേനോൻ സംവിധാനം ചെയ്തിട്ടുള്ള ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് എന്ന് പറയുന്ന സിനിമയായിരിക്കും തിയേറ്ററിലേക്ക് എത്താൻ പോകുന്നത്. അതും ഒരു ഇൻവെസ്റ്റിഗേഷൻ ചിത്രമായിട്ടാണ് തിയേറ്ററിലേക്ക് എത്തുന്നത്. അതിനുശേഷം മമ്മൂക്കയുടെ ആക്ഷൻ ചിത്രമായിട്ടുള്ള ബസൂക്ക, മലയാളത്തിൽ ആദ്യമായിട്ട് ഒരു ഗെയിം ത്രില്ലർ സിനിമയാണ് എത്തുന്നത്. അതിന്റെ ഒരു ടീസറും ട്രെയിലറൊക്കെ വന്ന് ഗംഭീരമായിട്ടുള്ള ഒരു ഓളം സൃഷ്ടിച്ചു പോയിട്ടുള്ളതാണ്. അപ്പൊ ആ സിനിമയ്ക്ക് വേണ്ടി പ്രേക്ഷകർ കട്ട വെയിറ്റിംഗിൽ തന്നെയാണ്. എന്തായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ രണ്ട് സിനിമകളും വരികയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പറയാം മലയാള ഇൻഡസ്ട്രി എന്ന് മാത്രമല്ല പാൻ ഇന്ത്യൻ ലെവലിൽ തന്നെ തൂക്കി അടിക്കുന്ന സിനിമ തന്നെ ആയിരിക്കും ഈ കോംബോ ഒന്നിക്കുമ്പോഴത്തേക്ക് പിറക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും അത്തരം നല്ല നല്ല കോംബോ സിനിമകളൊക്കെ എത്തട്ടെ. ഇനി ലാലേട്ടൻ്റെ ആയിട്ട് ഈ വരുന്ന ഡിസംബറിൽ ഇറങ്ങാൻ പോകുന്നത് അദ്ദേഹം തന്നെ സംവിധാനം ചെയ്തിട്ടുള്ള ബറോസ് എന്ന് പറയുന്ന ചിത്രമാണ്. അത് കുട്ടികൾക്ക് വേണ്ടിയുള്ള ചിത്രമാണ്, ഫാന്റസി മൂവിയാണ്. മലയാളത്തിലെ വലിയ
ബഡ്ജറ്റിൽ ഒരുങ്ങുന്ന സിനിമയാണ്. 3D സിനിമ ഇറങ്ങുന്നത്. അങ്ങനെ ഒരുപാട് സവിശേഷതകളുള്ള ഒരു സിനിമയാണ്. പ്രത്യേകിച്ച് പറയേണ്ടത് ലാലേട്ടന്റെ സംവിധാനം തന്നെയാണ്. അപ്പൊ ആ സംവിധാന മികവൊക്കെ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ 25-ാം തീയതി വരെ കാത്തിരിക്കണം. വേൾഡ് വൈഡ് റിലീസായിട്ട് സിനിമ തിയേറ്ററിലേക്ക് എത്തുന്നുണ്ട്. അപ്പൊ എല്ലാ സിനിമകളും വിജയിക്കട്ടെ. നമുക്ക് സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കാം. അടുത്തൊരു സിനിമ വിശേഷമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും